ഭൂട്ടാനിൽ നിന്നും അല്ലെങ്കിൽ നേപ്പാളിൽ നിന്നൊക്കെ കൊണ്ടുവരാൻ ഏതെങ്കിലും തരത്തിലുള്ള രഹസ്യപാതകളുണ്ടാകും. ഇത്തരത്തിൽ സെക്കൻഡ് ഹാൻഡ് അല്ലാതെയും ചിലപ്പോൾ വരുന്നുണ്ടാകണം. അങ്ങ് നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഡിസ്മാൻറ്റിൽ ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ അസംബിൾ ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെയാണ് ഭൂരിപക്ഷം അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇത് വർഷങ്ങളായിട്ട് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, പണ്ട് തൊട്ടേ ഉള്ളത്. പണ്ട് തൊട്ടേ ഉള്ളത്, ഇപ്പോഴത്തെ അല്ല. പക്ഷേ വ്യാപകമായി എല്ലാവർക്കും ഇപ്പോൾ ഇത് ചെയ്യാൻ തുടങ്ങും. പണ്ട് ഒരാളെങ്ങനെ ചിലപ്പം ചെയ്തിരിക്കും, ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാം. വണ്ടി കച്ചവടക്കാർ മുഴുവൻ ഇങ്ങനെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുടെ ശവപ്പറമ്പല്ലേ കേരളം, കണ്ടിട്ടുണ്ടോ? ഓക്കെ, ഒന്ന് പോയി കണ്ടു നോക്കിക്കേ. 10,000-കണക്കിന് വണ്ടികൾ കേരളത്തിൽ. കൊട്ടിയത്ത് ഞാനൊരു സ്ഥലം കണ്ടു, കൊട്ടിയം കുണ്ടറ റോഡിൽ 8-10 ഏക്കറിനകത്ത് നിറയെ വണ്ടികളാണ്. അപ്പോൾ അത് ശവപ്പറമ്പ്. ഇത് നമുക്ക് ഇതൊന്നും ഭൂമിയിൽ ലയിപ്പിച്ച് കളയാൻ പറ്റത്തില്ല. എന്ത് ചെയ്യാനൊക്കെ സ്പെയർ പാർട്സ് ആയിട്ട് വിൽക്കാനേ പറ്റുള്ളൂ. അത് എത്ര നാൾ കൊടുക്കാൻ പറ്റും? ഈ പ്ലാസ്റ്റിക് കൊണ്ട് ചില ഐറ്റംസ് ഒക്കെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ബാക്കി ഇരുമ്പ് ഐറ്റമൊക്കെ ചിലപ്പോൾ പോകും. പക്ഷേ ഒന്ന് നോക്കി, ഒരു കണക്കെടുത്ത് നോക്കി. അതിനി മോട്ടോർ വെഹിക്കിൾസ് അല്ല ഗവൺമെൻറ്റും ഇനി അത് കണക്കെടുക്കേണ്ടതാണ്. കാരണം തിരുവനന്തപുരത്ത് തന്നെ ഞാൻ വളരെ കാണുന്നത് 10-15 സ്ഥലത്ത് 1000-കണക്കിന് വാഹനങ്ങൾ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് കിടപ്പുണ്ട്. കാരണം അതൊക്കെ പുതിയ വാഹനങ്ങളാണ്.